രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ മുഖ്യ പ്രചാരകനായിരുന്നു ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്നാണ്. 1861 മാർച്ച് 3 തലശ്ശേരിയിലെ ആഢ്യ കുടുംബമായ അയ്യത്താൻ തറവാട്ടിലാണ് ഗോപാലന്റെ ജനനം. അയ്യത്താൻ ചന്ദൻ, കല്ലാട്ട് ചിരുതയമ്മാൾ എന്നിവർ മാതാപിതാക്കളാണ്. നാട്ടിലെ വിദ്യാഭ്യാസത്തിനു ശേഷം 1884 മദ്രാസ് മെഡിക്കൽ കോളേജിൽ വൈദ്യപഠനത്തിന് ചേർന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ജാതി വിവേചനങ്ങളെ പരസ്യമായി എതിർത്തിരുന്നു. സുഹൃത്തായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ വിവാഹത്തിന് പോയതിന്റെ പേരിൽ കുടുംബ കാരണവരുടെ അപ്രീതിക്ക് പാത്രമായി. മാത്രമല്ല, ജാത്യാഭിമാനത്തിന്റെ ലക്ഷണമായ കുടുമ സ്വയം മുറിച്ചു കളഞ്ഞതും കാരണവരെ ചൊടിപ്പിച്ചു. ആചാര ലംഘനങ്ങളിൽ കുപിതനായ കാരണവർ മാതൃഗൃഹത്തിൽ നിന്ന് ഗോപാലനെ പുറത്താക്കി. തുടർന്നുള്ള താമസം അഞ്ചരക്കണ്ടിയിലെ പിതൃഗ്രഹത്തിലായിരുന്നു. വൈദ്യപഠന കാലത്ത് തന്നെ ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങളിൽ ഗോപാലൻ ആകൃഷ്ടനായിരുന്നു. പഠനശേഷം മടങ്ങിയെത്തിയ അദ്ദേഹം 1888 മദ്രാസ് മെഡിക്കൽ സർവീസിൽ ചേർന്നു. ഡോക്ടർ എന്ന നിലയിൽ ഏവരുടെയും ആദരവ് നേടിയ ഗോപാലൻ സാമൂഹിക പ്രവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങി. 1894 മാതുലപുത്രി കൂടിയായ കല്ലാട്ട് കൗസല്യ അമ്മാളിനെ ബ്രഹ്മസമാജ മുറപ്രകാരം വിവാഹം കഴിച്ചു. ബ്രഹ്മസമാജ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായ രാമകൃഷ്ണ ഗോപാൽ ഭണ്ഡാർക്കറാണ് മദിരാശിയിൽ നടന്ന വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ബ്രഹ്മവിവാഹം കൂടിയായിരുന്നു ഇത്. 1897 കോഴിക്കോട് ചിത്തരോഗാശുപത്രിയിൽ, ഇപ്പോഴത്തെ കുതിരവട്ടം മാനസികാശുപത്രിയിൽ സൂപ്രണ്ടായി അയ്യത്താൻ ഗോപാലൻ ചുമതലയേറ്റു. 1898 കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1900 രാരിച്ചൻ മൂപ്പൻ സംഭാവന ചെയ്ത സ്ഥലത്ത് സമാജത്തിന്റെ കാര്യാലയമായ ബ്രഹ്മമന്ദിർ പണി കഴിപ്പിച്ചു. കൽക്കത്ത ബ്രഹ്മസമാജ കമ്മിറ്റി അംഗമായി ഇതിനകം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കേശവചന്ദ്ര സെൻ, ദേവേന്ദ്രനാഥ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവർക്കൊപ്പം ബ്രഹ്മസമാജ പ്രവർത്തനങ്ങൾക്കായി അയ്യത്താൻ രാജ്യത്തിന്റെ പലയിടങ്ങളിലും സഞ്ചരിച്ചു. സമാജത്തിന്റെ പ്രവർത്തനം ഇതോടെ കൊച്ചിയിലേക്കും തിരുവിതാംകൂറിലേക്കും വ്യാപിച്ചിരുന്നു. ഡോക്ടർ ഗോപാലന്റെ നേതൃത്വത്തിൽ ബ്രഹ്മസമാജ പ്രവർത്തകർ ചേർന്ന് കോഴിക്കോട്ട് ഒട്ടേറെ മിശ്ര വിവാഹങ്ങൾ സംഘടിപ്പിച്ചു. ഇതിനു പുറമെ മിശ്ര ഭോജനങ്ങളും നടത്തി. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് ബ്രഹ്മധർമ്മ. 1849 ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ച ഈ കൃതി ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അദ്ദേഹത്തോടൊപ്പം ഭാര്യ കൗസല്യയും സമാജത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികളെയും ബാലന്മാരെയും ബ്രഹ്മസമാജത്തിലേക്ക് ആകർഷിക്കുന്നതിനായി 1900 അയ്യത്താൻ സുഗുണവർദ്ധിനി എന്ന സംഘടന രൂപവൽക്കരിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് കൗസല്യ അമ്മാളാണ്. 1909 ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ എന്ന സംഘടനയ്ക്കും തുടക്കം കുറിച്ചു. അധസ്ഥിത വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനും ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അക്ഷീണം പ്രയത്നിച്ചു. പിന്നാക്ക വിഭാഗക്കാർക്കും പെൺകുട്ടികൾക്കുമായി അദ്ദേഹം ലേഡി ചന്ദ്രവർക്കർ എലമെന്ററി സ്കൂളും ആരംഭിച്ചു. 1917 കോഴിക്കോട് തളി റോഡ് സമരത്തിലും പങ്കാളിയായി. ജാതീയമായ എല്ലാ തിന്മകൾക്കും അയ്യത്താൻ ഗോപാലൻ എതിരായിരുന്നു. ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടനയുമായും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നില്ല. സ്വന്തം ജാതിക്കുള്ളിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർത്തതിനാൽ ചെറുപ്രായത്തിൽ തന്നെ അയ്യത്താൻ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടനായിരുന്നു. സാമൂഹികമായ തിന്മകളിൽ നിന്ന് സമൂഹത്തെ മാറ്റിയെടുക്കാനാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഒരു സ്വതന്ത്ര മനുഷ്യനായാണ് അന്ത്യം വരെയും ജീവിച്ചത്. അയ്യത്താന്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനം മുൻനിർത്തി 1917 ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹേബ് ബിരുദം നൽകി ആദരിച്ചു. 1948 മെയ് 2 87-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ദർസർ ജി, ദർസർ സാഹിബ് എന്നീ പേരുകളിൽ അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. ദർസർ എന്നാൽ ഡോക്ടർ എന്നാണ് അർത്ഥം. ഡോക്ടർ അയ്യത്താന്റെ ഉറ്റ അനുയായികളായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയും വാഗ്ബിടാനന്ദൻ തുടങ്ങിയവർ. മലബാറിലെ ആദ്യ വനിതാ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ അയ്യത്താൻ ജാനകിയമ്മാൾ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരിയാണ്.
ബ്രഹ്മസമാജത്തിന്റെ വാർഷിക പൊതുയോഗ വേദിയിൽ വെച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ ഡോക്ടർ അയ്യത്താനെ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. രാഗമാലിക, ഗാനമാലിക, സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം, ബ്രിട്ടീഷ് ഭരണ മാഹാത്മ്യം, കീർത്തന രത്നമാല തുടങ്ങിയവ അയ്യത്താൻ ഗോപാലന്റെ കൃതികളാണ്.